മനസ്സിനക്കര ലൊക്കേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് നിർത്തിവെച്ചതാണെന്നല്ല, നിർത്തിവെച്ചതാണോ അത്? അല്ല, അത് വൈൻഡപ്പ് ചെയ്തതാണോ? ഷൂട്ട് ചെയ്ത് വൈൻഡപ്പ് ചെയ്തു. എങ്കിലും നിങ്ങൾ ക്ലൈമാക്സ് ആയിട്ടില്ലെന്നല്ല ഞാൻ അറിഞ്ഞത്. എൻ്റെ ക്ലൈമാക്സ് ആയിട്ടില്ല. ആയിട്ടില്ല. അത് ആക്കാൻ എനിക്ക് അറിയാൻ വയ്യാച്ചല്ല, പക്ഷേ അതെന്താണെന്ന് പറയാം. കാര്യം അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. പുള്ളിക്കാരന് അതിൻ്റെ അഭിനയിച്ചതിൻ്റെ റെമ്യൂണറേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ പുള്ളി പേഴ്സണലി എന്നോട് പറഞ്ഞതാണ്, അത് നിങ്ങളിലേക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. കാര്യം നിങ്ങളുടെ ഫസ്റ്റ് ഒരു സീരിയലാണത്. ആദ്യമായിട്ട് വരുമ്പോൾ ഈ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി ആയാലും നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ അവരോട് പരിഭവം പറയല്ല, നമുക്കൊരു ചാൻസ് തന്നു, അതൊക്കെ ഓക്കെ. വളരെ ചെറിയൊരു റെമ്യൂണറേഷന് വേണ്ടി വർക്ക് ചെയ്തു. അതും തന്നില്ലെങ്കിൽ ആ ചെറിയ റെമ്യൂണറേഷൻ എത്ര വർഷത്തെ പൈസ ആയിരിക്കും അന്നേരം ഇത്? അതെ, അത് ഓൾമോസ്റ്റ് ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് തന്നെ ഒരു 1.5 ഇയർ ആയി. ഒരു 4 ലക്ഷം രൂപയോളം കാണുമോ തരാൻ? ഓൾമോസ്റ്റ് റേഞ്ച് വരുമല്ലേ? പിന്നെ കോൺടാക്ട് ചെയ്തോ? പ്രൊഡ്യൂസറെ കോൺടാക്ട് ചെയ്തോ? പ്രൊഡ്യൂസറെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഇന്ന് തരാം, നാളെ തരാം എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ഇപ്പം എവിടെയാണ് പുള്ളി ഉള്ളത്? പുള്ളി ഇവിടെ തന്നെ കാണും. വിളിച്ചാൽ എടുക്കുമോ അതോ കോൺടാക്ട് ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ? ഇടയ്ക്ക് വിളിച്ചിരുന്നു, ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു. അപ്പോഴും സെയിം ആണ് പറഞ്ഞത്. എനിക്ക് അതിൽ ഇപ്പോഴും വലിയ പരാതിയില്ല. അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇപ്പം നമ്മളെ വർക്ക് ചെയ്ത പൈസ കൊടുക്കുക എന്നുള്ളൊരു മാന്യമായ ഏർപ്പാടാണ്. ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറെ എനിക്കറിയാം. അന്ന് വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണ് അവിടെ. അപ്പോൾ എനിക്ക് അവിടെ സംസാരിച്ചപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരാളെ ജോലി ചെയ്താൽ കൂലി കൊടുത്തില്ലെങ്കിൽ അതിനുള്ള കൂലി ദൈവം കൊടുക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ജെപിക്ക് എന്തെങ്കിലും ഈ നിമിഷം പറയാനുണ്ടോ? അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ധൈര്യമായിട്ട് പറയാം. അല്ല, അദ്ദേഹത്തോട് പറയാൻ വലുതായിട്ടൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ കേസാണ്. ഇനി ആ പൈസ വേണോ അതോ എങ്ങനെയാണ്? ഇല്ല, ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടട്ടെ. തീർച്ചയായിട്ടും അത് താങ്കൾക്കുള്ള പൈസയാണ്, താങ്കൾക്ക് തന്നെ കിട്ടിയിരിക്കും. അത് പൈസയുടെ അല്ല, നമ്മൾ ചെയ്ത ജോലിയുടെ ചെയ്യുന്ന ജോലിൻ്റെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഫസ്റ്റ് ന്യൂ കമർ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്ത് ഫിനാൻഷ്യലി വരും. കാരണം ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടെന്നല്ല എങ്കിലും നമുക്ക് പോകുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അവിടെ ചെല്ലുന്നത്. അത് നമുക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ പേഴ്സണലി ഒന്നും ഡിമാൻഡ് ചെയ്യാതെ അവർ പറയുന്നതെല്ലാം ഡേ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ. അതെ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം അതുപോലും നമുക്ക് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പം മനസ്സിനക്കര സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് തേപ്പ് കിട്ടിയ ഒരു വ്യക്തിയാണ്, നായകനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത്. പക്ഷേ പാർവതിയിൽ വന്നതിന് ശേഷമുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പാർവതിയിൽ വന്നതിന് ശേഷം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയും ഒരു വർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയും സ്മൂത്തായിട്ടൊരു സീരിയൽ എടുക്കാൻ പറ്റും. ആ ഒരു സീരിയലിനേക്കാളും എത്രയോ ഫുട്ടേജ് കൂടുതലാണ് നമ്മൾ ഡെയിലി എടുക്കുന്നത്. അതിൻ്റെ ഡബിൾ എടുക്കുന്നുണ്ട്. അതും വളരെ സ്മൂത്തായിട്ട്. അതിൻ്റെ ആൾക്കാരാണെങ്കിൽ വെറുതെ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് വർക്ക് കൊളാക്കുന്നതിനേക്കാളും നല്ല സ്മൂത്തായിട്ടും ഒരു വർക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്തി തരുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി. ഞാൻ ഈ ഒരു വർക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ തിരിച്ചു പോയേനെ. നമ്മൾ ദുബായ് ഓൾറെഡി ഈ ഒരു മേഖലയെ വെറുത്തേനെ. അപ്പം ഞാൻ ഇതിൽ വന്നുകൊണ്ടാണല്ലോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയും ഒരു അടിപൊളിയായിട്ടൊരു വർക്ക് ചെയ്യാം. ആൾക്കാരെ ടെൻഷൻ അടിപ്പിക്കാതെ ഇവിടെ അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട്ലിയാണ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഒരു ഷൂട്ടിങ്ങിന് വരാമെന്ന് പോലും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു ഫാമിലിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരുന്നു കൂളായിട്ട്. അതിപ്പോൾ ഡയറക്ഷൻ സൈഡായാലും ശരി, പ്രൊഡ്യൂസർ സൈഡായാലും ശരി, ബാക്കി പ്രൊഡക്ഷൻ സൈഡായാലും ശരി, ആർട്ടായാലും ശരി, ക്യാമറ ആയാലും ശരി, അതുപോലെ പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റായാലും ശരി, എല്ലാം ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫേസിൽ തന്നെ കാണാനുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ്? കാര്യം ഇത് വേണ്ട, തിരിച്ചു പോകാമെന്ന് മടുത്തിരുന്ന സമയത്താണ് പാർവതി വന്നത്. അതെ, പാർവതി എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ താങ്കളിലേക്ക് വന്നത് എങ്ങനെയാണ്? എന്നിലേക്ക് വന്നത് നമ്മൾ അറിയുന്നൊരു കൺട്രോൾ ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞിട്ട് ആളാണ്. ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, JP ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അരുൺ മഴവിൽ മനോരമ വിളിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ചേട്ടൻ ആണോ? അരുൺ ചാവറ അറിയില്ല. അറിയാം. ഓക്കെ, പുള്ളിയാണ് പറയുന്നത് JP ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, നായകന് കുറേ ആൾക്കാർ ഓഡീഷൻ കൊടുത്തു, ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെയും നമ്മൾ വിളിച്ചൊരാളെ കാര്യം പറയുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തില്ല. അന്ന് ഈ ഓഡിഷൻ വരുമ്പോൾ എൻ്റെ
കാല് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയായിരുന്നു. വളരെ കാലം. കാല് പൊടിഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാല്. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ ഈ ഓഡിഷനിലേക്ക് വരുന്നത്. കുറേ പേരുണ്ടായിരുന്നു? കുറേ പേരുണ്ടായിരുന്നു ഓഡിഷൻ? കുറേ പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു അവർ 2-3 മന്ത്സായിട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്കറിഞ്ഞത്. ചിലപ്പോൾ എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റായി തോന്നിയോണ്ടായിരിക്കുമല്ലോ നമ്മളെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാർവതിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു ക്യാരക്ടറിനെ കൂടി പഠിച്ചു. ഇതൊരു ആക്ച്വലി റീമേക്കാണ്, അവരുടെ സ്റ്റോറിയാണ്. സി തെലുങ്കു, അതിൽ നിന്നും നമ്മളെടുത്തിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിൽ നിന്നും? ഒബ്വിയസ്ലി നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്നാലും നല്ല ഒരു സോളുള്ള കഥയാണ്. 1000-2000 എപ്പിസോഡ് പോകാനുള്ള ഒരു സാധനം പോവും, എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയകരമായിട്ട് നമ്മളൊരു 300 എപ്പിസോഡൊക്കെ കഴിഞ്ഞതിൻ്റെ ആഘോഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അതെ, 300ാമത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഗൾഫിൽ ആ ജോലി റിസൈൻ ചെയ്തോ അതോ ദുബായിലെ ജോലി റിസൈൻ ചെയ്തോളൂ? കുഴപ്പമില്ല. നമ്മൾ 6 മാസം തിരിച്ചു പോയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ. അല്ല, അത് കട്ടാവട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 3000 വരെ നിൽക്കണം, നിങ്ങളിവിടെ 2000 വരെങ്കിലും ഇവിടെ നിൽക്കണം. കാര്യം നായകനില്ലാതെ എന്ത് കാര്യം? ഓൾറെഡി പഴയ വർക്ക് വന്നപ്പോഴേക്കും ക്ലോസ് ആയിരുന്നു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കലല്ല ഒരു, ഞാൻ അത് വീണ്ടും പറയല്ല എങ്കിൽ പോലും ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാവും. നിങ്ങളുടെ കൂടെ ചെയ്തവർക്കല്ല എല്ലാവർക്കും പൈസ കൊടുക്കാനുണ്ടോ? ഓൾമോസ്റ്റ് അവരുടെ കാര്യങ്ങൾ അവർ പറയട്ടെ. അല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് കൊടുക്കാനുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നു, അറിയില്ല. ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടമില്ലാത്തൊരു നായകനാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ട് പോലുമില്ല ആരെയും. ഞാൻ ഡിമാൻഡ് വെക്കാത്ത അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങളും പോലും പറയാത്ത ഒരാളാണ്. അത് ആ ടീമിനും അറിയാം. എനിക്ക് ഇന്നത് വേണമെന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എക്സ്ക്യൂസസ് ഒന്നും ആ വർക്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് 5 മിനിറ്റ് വേണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പോലും എനിക്ക് ആ വർക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല, ന്യൂ കമർ ആയതുകൊണ്ടായിരിക്കാം. അതുപോലും ഇതുപോലും നിഷേധിച്ചുകൊണ്ട് നമ്മളതിന് നിൽക്കുകയായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ അന്ന് വന്നപ്പോൾ ഓവർനൈറ്റ് വർക്ക് എത്രയോ ദിവസങ്ങൾ അങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നമ്മളോട് ഒരാൾ ദ്രോഹം ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം, അതും ഞാനൊരു പരാതിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറയാം. അല്ലാതെ കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം ഇത് കാണട്ടെ. അദ്ദേഹത്തിന് മനസ്സുണ്ടെങ്കിൽ ആ പൈസ ഈ ചെറുപ്പക്കാരന് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണത്, അത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട് ഈ സീരിയൽ കണ്ടതിന് ശേഷമുള്ള മറ്റു സീരിയലിലേക്ക്. ആ ഒരു സീരിയൽ കഴിഞ്ഞതിന് ശേഷം ഒരു മൂവി ചെയ്തിരുന്നു, VKP സാറിൻ്റെ ലൈവ് എന്ന് പറഞ്ഞ മൂവി ചെയ്തിരുന്നു. അത് ആ ഒരു സീരിയൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് വീക്ക് ആ ഒരു മൂവി ഇതുപോലെ വരികയും അതിലൊരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി. VKP സാറിൻ്റെ അവിടെ എത്തിപ്പറ്റാൻ ഭയങ്കര പാടാണ്. അതെങ്ങനെയാണത്? നമ്മൾ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോയത്. അങ്ങനെയാണ്, നമുക്ക് ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് പോയതാണല്ലേ? അറിയായിരുന്നു. എങ്കിലും അത് എത്തിപ്പറ്റിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത പടങ്ങളിലൊക്കെ അദ്ദേഹം ഓർക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സിനിമയെങ്കിലും അടുത്ത സിനിമയിൽ കൊടുക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അതെ, അതും ഇതുപോലെ നല്ല എൻജോയ് ചെയ്ത് ചെയ്തൊരു വർക്കായിരുന്നു. നല്ല കൂളായിട്ട് ചെയ്തൊരു വർക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? അത് എല്ലാം കൂടെ നന്നായിട്ട് വന്നിരുന്നു. നമ്മളെ ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഹീറോ. പുള്ളി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിട്ട് ചെയ്തു. മമത ഹീറോയിനായിരുന്നു. പ്രിയ വാര്യർ, സൗബിൻ ശാഖർ, നല്ല ക്രൂ തന്നെയായിരുന്നു. നല്ലൊരു ക്രൂ ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഭാഗമായി. ഇനിയിപ്പോൾ ഈ സീരിയലിപ്പം എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സീരിയലിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു 300 എപ്പിസോഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.